ഹലോ ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ചങ്കിൻ്റെ കല്യാണമാണ്. അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. എല്ലാവരും 7 മണിക്ക് വരണേ എന്നവൻ തലയെ കൈവച്ച് പറഞ്ഞാണ്. കറക്റ്റ് സമയത്ത് നമ്മളെല്ലാവരും എത്തി. സമയം 8:30. അപ്പോൾ പയ്യൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം. ചലോ പയ്യൻ്റെ വീട്. എല്ലാവരും ഉണ്ട്. അപ്പോൾ പയ്യൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണിത്. എൻ്റെ ചാനലിനെ കളിയാക്കുന്ന 2 കുട്ടികളാണ്. ഒന്നിതും ഒന്നതും അതും. പയ്യനെ വീട്, പയ്യനെ വീട്, പയ്യനെ വീട്. ചാനലിൽ നീട്ടി നമ്മൾ ചാഞ്ചു പുതിയ മൊബൈൽ ഫോൺ വാങ്ങി. അതിൻ്റെ അൺബോക്സിംഗ് ആണ് പോക്കറ്റിൽ നിന്ന്. അത് കാണിക്കാൻ ഭയങ്കര പാട്. കുട്ടിയുടെ അമ്മയും കുട്ടിയും അവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഇതനൂപ് നല്ല നല്ല ആലോചനകൾ തേടുകയാണ്. ഇത് ചാഞ്ചു ആലോചന വേണ്ട. ഇത് പൊക്കിഷ് ആലോചനകൾ തേടുന്നു. ഇവന് ആലോചന വേണ്ട, ഇവന് ആലോചന വേണം, ഇവന് ആലോചന വേണ്ട. പയ്യൻ ഇറങ്ങുകയാണ് ഗൈസ്. അതാ അമ്മയുടെയും അച്ഛൻ്റെയും കാല് തൊട്ട് വന്ദിച്ച ശേഷം പയ്യൻ കതിർ മണ്ഡപത്തിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഏഴ് മണിക്ക് പറഞ്ഞ എൻ്റെ ആളിയെ എല്ലാവരും കല്യാണത്തിന് പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ്റെ കല്യാണം കൂടിയുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ പോകെ കാണിച്ചു തരാം. വീഡിയോ അവൻ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ എന്തോ അതാ ചിരിച്ചോണ്ടിരിക്കണവൻ. പട്ടി ഷോ ഭയങ്കര ഡീസൻ്റ് ആണ്. 7 മണിക്ക് വരാൻ പറഞ്ഞാൽ 8:30 9 എത്തും. ആ തീക്ഷ്ണത. കല്യാണത്തിന് വയ്ക്കാനുള്ള കാർഡുകളാണ്. മുട്ടായിയും കാർഡും. ഒരു കെട്ട് നമ്മുടെ അപ്പൂൻ്റെ കയ്യിൽ. നല്ല വെയിലുണ്ട്. വീഡിയോക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും, ക്ഷമിക്കുക. ഒരു നാണമില്ലാതെ ഞങ്ങൾ 1/2 മണിക്കൂർ താമസിപ്പിച്ച തേണ്ടി. ഹലോ, ഉണ്ണിയുടെ കല്യാണം. അപ്പോൾ നേരെ അൽസാജ് മണ്ഡപത്തിൽ ചെന്നിട്ട് കാണാം. മെയിൻ നടനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങള്. മുടിയുള്ളവന്റെ കഷ്ടപ്പാടാണ്, മുടിയില്ലാത്ത എന്റെ കഷ്ടപ്പാടാണ്. വളരെ ബലിഷ്ഠമായ ഒരു ബ്ലോക്കാണ്. നല്ല വാക്കല്ലേ അത്? അവന്മാര് പാസ് ചെയ്ത് പോയി കാണൂല്ലേ? അവിടെയല്ലേ പോണത്? 20 മിനിറ്റായി ഞങ്ങൾ തിരുവല്ലം സ്കൂളിന്റെ അവിടെ ബ്ലോക്കിൽ കിടക്കുകയാണ്. അതായത് സ്റ്റുഡിയോ റോഡ്. പറഞ്ഞൊക്കെ കൊടുക്കണം, അങ്ങോട്ട് പോയി തിരിച്ചു പോയേക്കാം. എന്ത് പ്രശ്നം? എന്താണെന്ന് അറിയില്ല. ഇവിടെ ഒടുക്കത്തെ ബ്ലോക്കാണ്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കല്യാണത്തിന് പോകുന്നതുകൊണ്ട് ഞങ്ങൾ ആരും നോക്കുന്നില്ല. മാനേജി കല്യാണത്തിന് സമയം വെറുതെ അല്ല, ഈ വണ്ടി നടുക്ക് കിടക്കണേണ്. ഞങ്ങള് കോട്ടയ്ക്ക് ആണെന്നും പോവേണ്ട. അണ്ണാ പോവല്ലേ? BMW തമ്മിലുള്ള വാക്ക് പോയി. ഉണ്ണിയുടെ കല്യാണത്തിന് പോകുന്ന വഴി നമ്മുടെ കണ്ണൻചാന്റെ വക ഒരു ഗാനം. കണ്ണനേട്ടാ ഒരു പാട്ട് പാട്. കണ്ണന് അനക്കൊന്നുമില്ല കുറെ നേരമായിട്ട്. സാധാരണ
ഞങ്ങളുടെ യാത്രയിൽ എപ്പോഴും നല്ല വൃത്തി സംസാരിക്കുന്നത് ഞങ്ങളുടെ കണ്ണൻ ചേട്ടനാണ്. എന്ത് പറ്റി അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നില്ല? അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ മടിയിൽ ഒരു കുട്ടി ഇരിക്കുകയാണ്. അതിന്റെ പേടിയിലാണ് അദ്ദേഹം സംസാരിക്കാത്തത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം. ആ കൈ കണ്ടോ? ആ കൈകളാണ് നമ്മൾ പറഞ്ഞ ആളുടെ കൈ. സ്വീകരണം കറക്റ്റ് 9:30-ക്കാണ്. നമ്മള് ഒരു സമയം പോലും അങ്ങോട്ടും തെറ്റിച്ചില്ല ഇങ്ങോട്ടും തെറ്റിച്ചില്ല. 9:40 നമ്മള് മണ്ഡപത്തിന്റെ മുന്നിലെത്തി. അൽസാജിന്റെ അടുത്തെത്തുന്ന യൂട്ടൺ എടുക്കുകയാണ്. കാണിച്ചു തരാം. കാത്തിരുന്ന അൽസാജ് കൺവെൻഷൻ സെന്റർ കരയ്ക്ക മണ്ഡപം. പിന്നെ പാർക്കിംഗ് ഉണ്ടാന്ന്. പാർക്കിംഗ് ഇല്ലെങ്കിൽ ഇപ്പം നമ്മള് മണ്ഡപം മാറ്റും. കറക്റ്റ് സ്വീകരണം. പയ്യന്റെ കാർ ഇവിടെ തന്നെ കിടപ്പുണ്ട്. കാർ പാർക്ക് ചെയ്യാണ്. വീണ്ടും അവന് വീഡിയോയിൽ വരാൻ താല്പര്യവും ഇല്ലെന്ന് പറയും. പക്ഷെ നാണം ഇല്ലാതെ എല്ലാത്തിനും ഇടിച്ച് കയറുകയും ചെയ്യും. ആറ്റിറ്റ്യൂഡ് ജിബിൻ. ഒരു നാണമല്ലാതെ എന്റെ ആളിയൻ. പാച്ചല്ലൂരിലെ സിനിമാ നടൻ. വീണ്ടും നാണമില്ലാത്തവൻ. ഹബീബി ടെൻഷനൊന്നുമില്ലല്ലോ? ഓക്കെ. എന്റെ വീഡിയോയെ കുറ്റം പറയുന്ന പാച്ചല്ലൂരിലെ ശംഭു അണ്ണൻ. നമ്മൾ ഹായോട് കല്യാണത്തിന് കയറി തുടങ്ങി. അതിന് മുമ്പ് ചായയും ബജിയും വാങ്ങാൻ വേണ്ടി ലേശ ഉടുപ്പ്. കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാർഡ് കാറ്ററിംഗുകാരെ കൊടുത്തിട്ട് വീണ്ടും മണ്ഡപത്തിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഒരു ഹായ് തരൂ. അമ്മയും മകളുമായിട്ടുള്ള സ്നേഹമാണ് ഗൈസ്. എന്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഈ അമ്മയും മോഡലും. ഓ ബൈ ബൈ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ചേച്ചി എത്തി, മിഴിയെത്ത്, അച്ഛനെത്തി. കല്യാണ പയ്യനും യുവകസ്ത്രീയാവോ? അടുത്ത മാസം കല്യാണ പയ്യൻ. സുഭാഷ് കല്യാണ പയ്യനെ കുറിച്ച് 2 വാക്ക്. കല്യാണ പയ്യനെ പറ്റി 2 വാക്ക്. കല്യാണ പയ്യനെ പറ്റി 2 വാക്ക്. 2 വാക്ക്. വിനോട്ട കല്യാണ പയ്യനെ പറ്റി 2 വാക്ക്. ചാഞ്ചു കല്യാണ പയ്യൻ 2 വാക്ക്. കല്യാണ പയ്യനെ പറ്റി 2 വാക്ക്. കല്യാണ പയ്യനെ പറ്റി 2 വാക്ക്. 2 വാക്ക്. നല്ലൊരു വാക്ക്. കല്യാണ പയ്യനെ 2 വാക്ക്. ഓ 2 വാക്ക്. നീ നല്ലത് പറഞ്ഞ. അടുത്ത മാസം നിന്റെ കല്യാണമാണ്. അടുത്ത മാസം അവന്റെ കല്യാണമാണ് കൂട്ടുകാരെ. കല്യാണ പയ്യനെ പറ്റി 2 വാക്ക്. 2 വാക്ക്. ഉണ്ണിക്കുട്ടൻ നല്ല കുട്ടനാണ്.
ആ വാക്ക്. കല്യാണ പയ്യനെ പറ്റി 2 വാക്ക് പറ. ഉറക്കെ പറടാ അങ്ങോട്ട്. ഈ നാണോ അവന്. കല്യാണ പയ്യനെ പറ്റി 2 വാക്ക് സ്കൂൾ മെസ്സേജ് പറയണോ പറ. പയ്യൻ തങ്കമാണ്, തങ്കം. അവനെ പുള്ളി മുത്തെന്ന് വെച്ചാൽ വേറെ ആരുമില്ല അവിടെ. നല്ല പയ്യൻ. നിന്റെ അയൽവാസി അല്ലേ? നല്ല പയ്യൻ. കല്യാണ പയ്യനെ പറ്റി 2 വാക്ക്. കല്യാണ പയ്യനെ പറ്റി നല്ല പയ്യൻ. ഓക്കേ. പറടാ നിന്റെ കല്യാണ പയ്യനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ. എന്നാ ഞാൻ പോളൂ. നല്ല പയ്യനാണ്, നല്ല കുട്ടനാണ്. നല്ല കുഞ്ഞ നിനക്കും വേണ്ട ഇതേപോലെ ഒരെണ്ണം. പാച്ചല്ലൂരിൽ ഇനി കെട്ടാനുള്ള 1 2 3 4 5 6 7 8 നിമിനെ 9. ചേച്ചി ഹായ് എന്താണ്? ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങള് മണ്ഡപത്തിൽ കയറി. ഒരു ഹായ് 2 ഒരു ഹായ് ഹായ് ഉണ്ണിയുടെ ഒരു ഹായ് തടാ. ഓക്കെ 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 ഹായ്. എന്റെ സബ്സ്ക്രൈബർ ഉണ്ണിച്ചേട്ടൻ തരുംചേട്ടൻ അഭിലാഷി. എല്ലാവരും സംയമനം പാലിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ ആകാശത്ത് നോക്കി 3 വെടി വയ്ക്കും. എന്നാ വന്നിരിക്കുകയാണ്. ഒടുക്കത്തെ തിരക്കാണ്. സ്ഥലം തരണേ. ഒരു ബ്ലോഗറാണ്, സ്ഥലം തരണേ. എന്റെ ഫാൻസ് കരയും. ഞാൻ നടക്കുന്നില്ല, ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. ഞാൻ വന്നോടത്തിന് തിരക്ക്. എല്ലാവരും സമയം തരാം. ഞാൻ വന്നോട് തിരക്കാണ്. ഇതിൽ ഉണ്ണാൻ പറ്റില്ലെങ്കിൽ ഞാൻ കയറില്ല, നാണക്കേടാണ് ഈ വീഡിയോ പോക്കി പിടിച്ചിട്ട്. എയറിലാണല്ലോ ദൈവമേ, ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കണേ എല്ലാരും. അപമാനം. ഒരു വ്ളോഗർക്ക് സ്ഥലമില്ലെന്ന്. സീറ്റ് ഇട്ടില്ല, അതിനുള്ള ഓട്ടമാണ്. ഇതിനെ കയറിക്കോടെ, ഇല്ലെങ്കിൽ നാണം കെടുക്കും. എന്റെ ബ്ലോഗിലാണ് എന്റെ ആരാധകർ. അമ്മ എന്താണ് പറയാനുള്ളത് ഈ സമയത്ത്? ഓടിപ്പോയി സീറ്റിലിരിക്കണം എവിടെയെങ്കിലും. സീറ്റ് കിട്ടില്ല നാണക്കാട്. ഇങ്ങനെ പറയല്ലേ, സീറ്റ് കിട്ടില്ല. അപമാനിച്ച ഞാറയും പോവും. സീറ്റില്ല. ഇവിടെ ഒന്നാണ് ഈ വിളിക്കാത്ത പയ്യണ്ടായി ഇറക്കി വിടറ. ഇതിന് ഒരു ഉളുപ്പില്ലാതെ കയറിയിരിക്കണ്. പ്രായം വരുമോ? നാണം കെട്ടന്മാർ 2 പേര്.
എവിടെ 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 വന്നെങ്കിലും കുഴപ്പമില്ല, സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. സങ്കടമില്ല, അടുത്തേലിരിക്കാം, കൂട്ടിനാളുണ്ട്. ഒരു സങ്കടമില്ല, ഞങ്ങളുടെ മുഖത്തൊരു സങ്കടം കാണുന്നില്ലല്ലോ, ഒരു കുഴപ്പമില്ല. സീറ്റ് കിട്ടിയില്ല ഗൈസ്, വീണ്ടും അമ്മയും മോളും. സീറ്റ് കിട്ടിയില്ല, എന്തായാലും സങ്കടമില്ല, അടുത്തേലിരിക്കുക. നമ്മൾ ഏകദേശം ഒരു 10-18 പേരായിട്ടാണ് കഴിക്കാൻ കയറിയത്. ഇപ്പം 1, 2, 3, 4, 5 പേർക്ക് സീറ്റ് കിട്ടിയില്ല. ഞങ്ങൾ പയ്യെ വെളിയിലോട്ട് ഇറങ്ങി. സാറില്ല, അടുത്തേക്കാണ്. എന്താ കഴിച്ചാടാ? ഡേ കഴിച്ചാടാ? സീറ്റ് കിട്ടിയില്ലല്ല, ചമ്മി നാരി പോവുകയാണ് ഗൈസ്. ശരിയാവും, ചിലർക്ക് ശരിയാവില്ല, ഞങ്ങൾക്ക് ശരിയായില്ല ഇന്ന്. ഞങ്ങൾ 3ാമത്തെ വട്ടം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത്തവണ ചോറ് കിട്ടുമോ ഇല്ലയോ എന്ന് കാണാം. 20 പേരിൽ 5 പേരും കൂടെ ഉള്ളൂ ചോറ് കഴിക്കാൻ. ഇപ്പം കിട്ടിയ ഫ്രണ്ടാണ്. ആ, എല്ലാ കണ്ണുകളും അതിൻ്റെ ഉള്ളിലേക്ക്. ആരും ബഹളം വെക്കാതെ കൊണ്ടുപോകണം എല്ലാവരും. ഗൈസ്, ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ പോടാ, ആദ്യം ചോറ് കിട്ടും. എടാ പോടാ, അങ്ങോട്ടും പോടാ, അങ്ങോട്ടും പോടാ, എടാ ഇങ്ങോട്ടും പോടാ, ഇങ്ങോട്ട് പോടാ, അങ്ങോട്ടും. നീ സ്ഥലം ഇടാ, നീ വാ. ഇവിടെ വാടാ, ഇവിടെ ഇരിക്കാടാ, ഇവിടെ വാടാ ഇങ്ങോട്ട്. കസേര ആര് വരും? ഒരു കസേര ആരാതിരിക്കും? അളിയിരുന്നു. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരു കാർഡ് ഇതിൽ വച്ചിട്ടില്ല, നോക്കട്ടെ. 2 പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഒന്ന് ദാഹിക്കുന്നു, ഒന്ന് ദാഹിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ അടിയാ 2 കാർഡേ ഉള്ളൂ നിങ്ങൾക്ക് അവസാനം. ബാക്കി എത്തിയെന്ന് കഴി. നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഹിറ്റാക്കിക്കൊണ്ടിരിക്കണ, നിങ്ങൾ താല്പര്യപ്പെടണല്ലേ? ഇനി വൈകിട്ട് റിസപ്ഷന് കാണാം. കല്യാണ പയ്യൻ അവൻ്റെ വീട്ടിലേക്ക് പുതുപ്പെണ്ണുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ചെലവിട്ടതാ. അയ്യോ, ഒരു പയ്യനോടുണ്ടേ. അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയി, ഇങ്ങോട്ട് വധുവുമായിട്ട് വന്നു ഉണ്ണിയളിയൻ. പയ്യനെയും പെണ്ണിനെയും ഞങ്ങൾ പയ്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സന്തോഷ നിമിഷമാണ് എൻ്റെ ബ്ലോഗേഴ്സ് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾക്ക് സന്തോഷ വാർത്ത, അവൻ അവിടെ സ്വന്തമാക്കിയിരിക്കുന്നു. പ്രണയിക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യുക. പ്രണയം വിജയിച്ചു, അവരിരു പേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. ചെരവേട്ടതാ. അത് അവളെ കൊടുത്തിട്ട് അവള് വിളക്ക് തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് ദേവും അത് വാങ്ങിച്ചിട്ട് വിളക്ക് തിരിച്ചു പിടിക്കണേ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട.
കാല് മറച്ചടാ അവിടെ. ഇനി പാതിയേ വീണ്ടും അമ്മയും മോളും മോനുണ്ട്. എന്നാണ് ഇവന്റെ വിചാരം. നമ്മളൊരു സഹായം ചെയ്തപ്പോൾ നമ്മളെ കോഞ്ഞടിക്കുകയാണ് ഗൈസ്. എപ്പോഴും ഗൈസ് എന്ന് വിളിച്ചു ഞാൻ ഓരോ വീഡിയോസ് കാണുന്നതിന്റെ ചെറിയ പ്രശ്നമാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ആറ്റുകാലിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചാഞ്ചുവിനെ വിളിച്ചാൽ മതി. അജീഷ് ഫ്രം പാറവിള. 2 മണി 3 മണി 4 മണി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അജീഷിനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി വൈകിട്ട് റിസപ്ഷന് കാണാം. ഇനി ഒരു പയ്യൻ്റെ കല്യാണത്തിന് കൂടെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് റിസപ്ഷനിൽ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാണാം. അപ്പം ബൈ.